ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ ഫൈനായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാണാൻ ബർഗറിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് ബർഗറല്ല, സ്റ്റഫ്ഡ് ബൺസിനോ ചിക്കൻ സാൻഡ്വിച്ചിനോ എന്നൊക്കെ വിളിക്കാം. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള വെല്ലുള്ളിയാണ്. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെല്ലുള്ളി അരിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം മുഴുവൻ വേണ്ട, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് കഴുകിയതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ കിടന്ന് കുക്കായിക്കോട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് വേറൊരു പണിയുണ്ട്. അതിന് ശേഷം ഒരു കുക്കിംഗ് പാൻ എടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെല്ലുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വയന്ന് വന്നു എന്ന് കാണുമ്പം അതിലോട്ട് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. കുഞ്ഞു 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 പീസസായിട്ട് ആക്കിയിട്ട് കേട്ടോ. തക്കാളിയും വെല്ലുള്ളിയും നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുഞ്ഞിതായി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കും നന്നായി വയന്ന് കിട്ടട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന് ചിക്കൻ വെള്ളം കളഞ്ഞ് ഊറ്റി വെക്കുക ചൂടാറാൻ വേണ്ടി. ഇനി നമ്മളുടെ ഉള്ളി തക്കാളി ക്യാപ്സിക്കം മിശ്രിതത്തിലോട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്ന വരെ വഴറ്റിയെടുക്കണേ. അങ്ങനെ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പം നമ്മൾ നേരത്തെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് ചൂടാറിയ ചിക്കൻ ഒന്ന് ജസ്റ്റ് മിക്സിയിലോട്ടൊന്ന് കുഞ്ഞിതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലപ്പൊടികളും ഉള്ളി തക്കാളി ക്യാപ്സിക്കം ആ ഒരു മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം അതിലോട്ട് മല്ലിയില കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിയില കൂടെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ബർഗർ ബൺസ് ആണ്. ഏത് ബണ്ണായാലും കുഴപ്പമില്ല കേട്ടോ, നീളത്തിലായതും റൗണ്ടിലായതും ബ്രെഡ് ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബർഗർ ബൺസ് ആണ്. പിന്നെ ഈ സോസ് ഉണ്ടല്ലോ, അത് മയണൈസും കെച്ചപ്പും ഒരു നുള്ളും മുളക് പൊടിയും ഒമാൻ ചിപ്സും ഇതെല്ലാം പാടെ മിക്സ് ചെയ്തെടുത്ത ഒരു സോസാണ്. നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് മയണൈസും കെച്ചപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളുടെ ബണ്ണെടുക്കാം, അതിൻ്റെ ബേസ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഏറ്റവും അടിയിൽ ഈ സോസ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് കുറച്ച് കട്ടിക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ സ്റ്റഫ്ഡ് ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇതിലോട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി കൊണ്ടൊന്ന് മൂടി കൊടുക്കുക. നിങ്ങളടുത്ത് ബ്രെഡ് ഉള്ളെങ്കിൽ ബ്രെഡിൽ ചെയ്തെടുക്കാം. പിന്നെ നീളത്തിലുള്ള ബണ്ണാണെങ്കിലും ഏത് തരത്തിലുള്ള ബണ്ണാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ബൺസിലും ഇതുപോലെ ബേസിൽ നല്ലോണം കട്ടിക്ക് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ചിക്കൻ സ്റ്റഫിങ്ങും കൂടെ ഇട്ട് കൊടുത്ത് മുകളിൽ നമ്മൾ ടോപ്പിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൺസ് റെഡിയായി കിട്ടും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളടുത്ത് ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വെജിറ്റബിൾസ് ആയിട്ടും നമുക്ക് ആക്കിയെടുക്കാം. ഇത് ക്യാപ്സിക്കം ഉള്ളി തക്കാളീൻ്റെ ഒപ്പം ഗ്രീൻ പീസോ ക്യാരറ്റോ എല്ലാം വേവിച്ച് നന്നായി ഇതുപോലെ മസാലയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചിക്കൻ്റെ പകരം സ്റ്റഫ് ചെയ്തെടുക്കാം. ഏത് ഐറ്റത്തിലും ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് ചിക്കനിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളെല്ലാ ബൺസും ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ദോശത്തവ എടുത്തു. അതിലേക്കൊന്ന് ജസ്റ്റ് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ഓരോ ബർഗറായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോ പ്രാവശ്യം ഞാൻ 2 ബർഗറാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓരോ 2 ബർഗേഴ്സ് വെച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് മൂടിക്കൊണ്ട് ഒന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കുക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. ചീസൊന്നും മെൽറ്റായി കിട്ടേണ്ട ആവശ്യമില്ല, ചീസൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 30 സെക്കൻഡ് അത്ര ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഫ്ഡ് ബൺസ് റെഡി ആയി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കനിലാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കനില്ല, വെജിറ്റബിൾസാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തുല്ലോ വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ആ സമയത്ത് ഗ്രീൻ പീസും ക്യാരറ്റ്സും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മസാല ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ സ്റ്റഫിന് പകരം വെജിറ്റബിൾ സ്റ്റഫിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിക്കൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കാതെ പോകരുത്. ചിക്കൻ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റഫ്ഡ് ബൺസും ഇതുപോലെ ആക്കിയെടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാമായിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാ ബൺസും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡിന്നറായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.